ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തന്നെ നമ്മൾ എവിടേക്കാണ് പോകുന്നതായിരിക്കില്ല. ഞാൻ അച്ചു ഇപ്പൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോണ മക്കളുണ്ട് കേട്ടോ. നമ്മൾ ഷംനാദ് ഖാൻ്റെ നിക്കാട്ടത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്രൂം ട്യൂബിൽ കൊടുത്ത് അതാ റോസ് ഗാർഡ് കുളങ്ങരപ്പിടിയുള്ള റോസ് ഗാർഡനിലാട്ടോ പരിപാടി വരുന്നത്. ഞാൻ ഈ ഹോള് പുറത്തുനിന്ന് കണ്ടതെന്നല്ലാതെ ആദ്യമായിട്ട് കേട്ടോ ഈ ഹോളിലൊരു പരിപാടിക്ക് വരുന്നത്. എല്ലാവരും പറഞ്ഞു നല്ല പാർക്കിംഗ് സൗകര്യമുള്ളൊരു ഹോളാണെന്നുള്ളത് കേട്ടോ. മണവാട്ടീൻ്റെ വീട്ടിലാണ് നമുക്കിത് നിൽക്കാതെ കാര്യങ്ങളൊക്കെ കേട്ടോ. അതാ നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായി, കാരണം മക്കൾക്ക് സ്കൂളിൽ എക്സാമും കാര്യമൊക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അസർ നിസ്കാരത്തിന് ശേഷമാണെന്ന് പറഞ്ഞാൽ അതാ വലിയപ്പോൾ എല്ലാവർക്കും വെൽക്കം ഡ്രിങ്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെൽക്കം ഡ്രിങ്കൊക്കെ കൊടുത്ത് അതിൻ്റെ ഫ്രണ്ടത്തെ കുറച്ച് വ്യൂവും കാര്യം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് മക്കൾ പറഞ്ഞത് ഉമ്മ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പം ലിഫ്റ്റും ഉണ്ട്, പിന്നെ സ്റ്റെയറും ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കയറാം. അങ്ങനെ അതാ മക്കൾ വെള്ളമൊക്കെ കുടിക്കുന്ന കാത്തു നിന്ന് 2 തരം വെള്ളമുണ്ട്, വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അതേപോലെ തന്നെ കോഫിയും ബൂസ്റ്റും ഹോർലിക്സും, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. അതാ അപ്പണിൻ്റെ പേര് ജിൻഷ എന്നാണ് കേട്ടോ. ജിൻഷ ആൻഡ് ഷംനാദ്. നമ്മൾ ഷംനാദ് കാരണം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ദാനുട്ടനോട് ഓടി കയറുന്നുണ്ട് സ്റ്റെയറൊക്കെ കേട്ടോ. അങ്ങനെ നമ്മളെ പരിപാടി തുടങ്ങാൻ പോവാണ്. അങ്ങനെ മണവാട്ടിൻ്റെ വീട്ടിലായതുകൊണ്ട് വലിയ ആഘോഷങ്ങളും കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് നിൽക്കാതെ ആഘോഷിച്ച് ഫുഡും കഴിച്ച് തിരിച്ചു പോകാതെ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ രാത്രി അറബിക് നൈറ്റ് അങ്ങനത്തെ പരിപാടികൾ കാര്യങ്ങൾ അത് അമ്മായി താത്തി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് കുറച്ച് നമ്മളെ ഫാമിലിനൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഇത് പെണ്ണിൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബസ്സിന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നിക്കാഹിന് മുന്നേ കുറച്ച് പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ ഉസ്താദുമാരൊക്കെ. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് സാലുക്കായും അലങ്കാക്കിയൊക്കെ മുന്നിലിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല തിരക്കിലാട്ടോ, കാരണം എക്സാം കഴിഞ്ഞ് മക്കളൊക്കെ കൂട്ടി വരുന്ന അങ്ങനെ എല്ലാവരും സെറ്റായി ഓരോ ആൾക്കാരങ്ങനെ വന്നാട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അവളങ്ങനെ കൈ കൊണ്ടൊക്കെ മാടി കളിക്കുന്നു. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ നിക്കാഹ് ആരംഭിച്ചിട്ട്, അപ്പോൾ നിക്കാഹിന് നമ്മൾ ജമലുല്ലാഹി തങ്ങളാട്ടോ വരുന്നത്. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് മണവാളൻ്റെ പെണ്ണിൻ്റെ പാപ്പക്കൊക്കെ ഷെയ്ക്കന്നെ കൊടുത്ത് ഒരു ആലിംഗരൊക്കെ നൽകിയിട്ട്, അപ്പോൾ ഇത് ഐഷാൻ അതിൻ്റെ ഇടയിൽ ഒരു ഫ്ലവർ ഇവിടുന്ന് കൊടുത്തുകൊണ്ട് എനിക്ക് തരാട്ടോ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ സ്വീറ്റ്സ് മധുരം കൊടുക്കലാട്ടോ. അങ്ങനെ അണ്ടി ബദം പിസ്ത കൽക്കണ്ടം അങ്ങനെയൊക്കെ. പിന്നെ ഫുഡ് അടിയാണല്ലോ മെയിനിൽ. അങ്ങനെ നല്ല കാറ്ററിങ് സർവീസ് ആട്ടോ. പീകോക്ക് നാട്ടുകൾ ഇവൻറ്റിൻ്റെ പേര് നമ്മൾ വന്നിരുന്നത്. അപ്പം പത്തിരി, ഈ പത്തിരിക്ക് നമ്മുടെ നാട്ടിൽ മറ്റേ പൊരിച്ച പത്തിരി എന്ന് തന്നെ പറയും. അപ്പോൾ ചില ആൾക്ക് നാട്ടിൽ പത്തല് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പൊരിച്ച പത്തിരി, ചിക്കൻ ചുക്കയും അതേപോലെ തന്നെ ബീഫ് ഇസ്റ്റും പിന്നെ സാലഡ് ഉണ്ട്. ഇഷ്ടം പോലെ സാധനങ്ങൾ കേട്ടോ. നമുക്ക് എന്താണോ വേണ്ടത്, മന്തി, ബിരിയാണി, പിന്നെ സാലഡ്, അതേപോലെ തന്നെ പത്തിരിയും കപ്പയും മീൻകറിയും എല്ലാം ഉണ്ട് കേട്ടോ. എന്താണോ വേണ്ടത്, നെയ്ച്ചോറ്, പത്തിരി, വെള്ളപ്പം, നൂൽപുട്ട്, അതേപോലെ തന്നെ ചപ്പാത്തി. അപ്പോൾ പിന്നെ ഞാനത് കുറച്ച് 2 പത്തിരി കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കപ്പയും അതേപോലെ തന്നെ നല്ല മീൻകറി കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായത്. മീനാണ് മനസ്സിലായത്, കഷ്ണം മീനാണ്. പിന്നെ മിനുസ എല്ലാം വേണമെന്നാണ് വാങ്ങിയിട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് ഓരോ ഫുഡും ടേസ്റ്റ് ചെയ്തിട്ടോ. അങ്ങനെ ഇതാട്ടോ അവരെ ഇവൻറ്റിന് നല്ല ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ചേച്ചിമാരായാലും സെർവ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. പിന്നെ എന്തൊരു സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പരിപാടി കേട്ടോ, ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ. പിന്നെ ബ്രൈഡ് ഇതുവരെ എൻട്രി ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് പോവാൻ. അങ്ങനെ നമ്മൾ സ്റ്റേജിൻ്റെ മുകളിലൊക്കെ കയറി മണവാളിൻ്റെ കൂടെ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഉച്ചക്ക് നല്ല ടെൻഷനിലാട്ടോ. എല്ലാവരും സ്റ്റേജിൻ്റെ മുകളിൽ കയറി മീൻസ്
നിൽക്കാതെ കഴിഞ്ഞ് മഹർ കെട്ടുന്ന അടുത്ത പരിപാടിയിട്ട് അതിനിടയിൽ നമ്മൾ നല്ല പൊളിച്ചെടുക്കുന്നുണ്ട് സ്റ്റേജിട്ട്. നമ്മൾ കൈകൊട്ടിപ്പാട്ട് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ പാട്ടാട്ടോ. പണ്ടത്തെ ഓർക്കസ്ട്ര ഗാനമേളല്ല കേട്ടോ. മഹർ കെട്ടുന്ന വീഡിയോസൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് എല്ലാവരും മഹർ ഇട്ടിട്ടോ. എന്താ പെണ്ണും ഹാപ്പി ചെക്കനും ഹാപ്പി, കൂടെ പോയ നമ്മളും ഹാപ്പി കേട്ടോ. അങ്ങനെ ആ മഹറിട്ടിൽ കഴിഞ്ഞ് അതിനിടയിൽ ക്യാമറാമാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല, മുന്നേ കയറി നിന്നിട്ട്. അങ്ങനെ മഹറൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഇതാ നെക്സ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണവാളനും മണവാട്ടിനും കൂടെ ഫോട്ടോ എടുക്കലല്ലേ. അങ്ങനെ നമ്മളിതാ ആ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങിയിട്ട് അപ്പോൾ ഒരു കോഫി കുടിക്കാൻ വരും ഇഷ്ടം. അപ്പോൾ അതാണ് ആദ്യം ടേസ്റ്റ് ചെയ്യപ്പോൾ അടിപൊളി കോഫി. മിനിജക്ക് കോഫി വേണ്ട, വാട്ടർമെലൺ ജ്യൂസ് എന്നതാണ് നമ്മൾ മണവാളനും മണവാട്ടിനും കൂടെ ഫോട്ടോ എടുത്താട്ടത്. അങ്ങനെ പിന്നെ ഒരു സെൽഫി ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.